പണ്ടാരടങ്ങും ആരാണ് ഈ നേരത്തെ? എന്താണ്ടി രണ്ടിനും കൂടി കെട്ടിയെടുത്തും കൂടെ കൊണ്ടുവന്നിക്കണ്? ബാപ്പാ നിങ്ങൾക്ക് തീരെ സുഖമില്ല. അന്റെ ഉമ്മക്ക് എന്നാണ്ടി സുഖമായിട്ടുള്ളത്? അന്നെ പെട്ടെന്ന് തുടങ്ങിയല്ലേ പണ്ടാരടക്കണെങ്കിൽ ബലിക്കല്? ആസ്മ അധികം അയക്കുന്നു. ഉമ്മ പറഞ്ഞു വലിയ ബുദ്ധിമുട്ടാ, ഒരു 100 റുപ്യ തരാന്. നാട്ടില് പൊതുവെ എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാ. എന്റെ ഉമ്മാക്ക് സ്പെഷ്യലായിട്ടൊന്നുമല്ല. പോയി ചത്തുവിട്ടിട്ട് എന്നാ എല്ലാരും ബുദ്ധിമുട്ടും തീരും. ബാപ്പാ അവിടെ നിർത്തി ഞമ്മക്ക് ഇനി ആപിടിയാക്കണ്ട. രണ്ടിറങ്ങി പോടി അവിടുന്ന്. എന്താ നോക്കണ്? ഇനി ബാപ്പാന്ന് വിളിച്ചിട്ട് ഉമ്മാന്റെ കാര്യം പറയും. ഈ പണി ഇങ്ങോട്ട് കയറിപ്പോയത് എന്തായാലും നോക്കിയിട്ട് പോടി. അബലി കയറി തരി. നിങ്ങളെ അത്യാവശ്യമായിട്ടൊന്ന് കാണാൻ വന്നതാ. എന്തേ പൈസ വല്ലതും വേണോ? മടിക്കണ്ട, പറഞ്ഞോളി. അങ്ങാടി നടന്ന കച്ചടയൊക്കെ നിങ്ങളും കണ്ടതല്ലേ. ഇപ്പൊ ഞമ്മക്കും ബാസിയാ. പണ്ട് നിങ്ങളൊരു കാര്യം പറഞ്ഞില്ലേ, അന്ന് ഞമ്മളൊന്നും പൊട്ടിയില്ല. ആ ഒക്കെ ഓളുടെ നസീബായിരിക്കും. ആമിനാനെ ഇങ്ങക്ക് നിക്കാഹ് കഴിച്ചെന്ന എന്താണെന്ന് ഞമ്മക്കൊരു തോന്നല്. വെറുതെ നേരം വൈകിക്കണ്ട. ഇനി ഇങ്ങക്ക് ഞമ്മക്കതിന് സന്തോഷമേ ഉള്ളൂ. എന്നാ ഞമ്മളതങ്ങ് ഉറപ്പിക്കുക. നിക്കാൻ കഴിഞ്ഞാലെങ്കിലും പോക്ക് നല്ല കാലം ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ച്. എന്റെ തങ്കക്കുടം പോലുള്ള കുട്ടിക്ക് ആ മുതുക്കനെ നിങ്ങൾ കണ്ടുള്ളൂ. എന്റെ തങ്കക്കുടം തിളങ്ങണമെങ്കിൽ ഓന്റെ കുടിയിലിരിക്കണം. ഓന്റെ അടുത്ത് അതിനുള്ള പണമുണ്ട്, പവറുണ്ട്. അതൊക്കെ മനസ്സിലാക്കാൻ ആനൊക്കെ ബബരം വേണ്ടേ? നമുക്ക് വേണ്ട ഓന്റെ കൈ. ഓൾ ഇവിടെ കഞ്ഞി കുടിച്ച് കഴിഞ്ഞോളൂ. ഞമ്മക്ക് വേണം. ഓനൊരു മോനുണ്ട്, ആമിനന്റെ അത്ര. അതിനെന്താന്ന് ഓ ആണല്ലേ ഓനെ വിടുത്ത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും തല്ലിക്കൊന്നാലും നമ്മൾ സമ്മതിക്കൂല. എന്റെ സമ്മതം ചോദിച്ചായി ബിലീഷെ. മുന്താണ്ടിരുന്നു വടക്കോയി കൂവണ്ട. എനിക്ക് നിക്കാഹ് വേണ്ട ഉമ്മ. നമ്മൾ നിക്കാഹ് കഴിക്കൂല. അനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട മോളെ. എന്തിരിട്ടേ പറഞ്ഞ് ഒന്നൂടെ പറയ്. അനക്ക് നിക്കാഹ് വേണ്ടാന്ന? വേണ്ട ബാപ്പ. മോള് കുട്ടിയല്ലേ, വല്ലതും പറഞ്ഞെന്ന് വെച്ച്. നീ കെട്ടാൻ പോണത് കുഞ്ഞാലമീനെയാ. എന്റെ അനക്ക് പിടിച്ചില്ലേ? അനക്ക് പിടിച്ചില്ലേ? മോള് കെട്ടിക്കോളും. നിങ്ങളൊന്ന് വിടുന്നു. ഇവിടെ എന്തെങ്കിലും ഇടങ്ങാറുണ്ടാക്കിയ നിന്റെ സ്വഭാവം എനക്കറിയാല്ല. ആരില്ലാത്തവർക്ക് പഠിക്കാനുണ്ട് മോളെ. മോള് കറിയില്ലേ? എടേ ഈ എവിടേക്കാടാ ഇന്ന് പെണ്ണ് കാണാൻ പോണത്? കൊയിലാണ്ടിക്ക്. കൊയിലാണ്ടിക്കാ? ഈ നാട്ടിൽ ഇത്രയും പെണ്ണുങ്ങളുണ്ടായിട്ട് ഈ കൊയിലാണ്ടി പോയിച്ച പെണ്ണ് കാണുന്നു. ഈ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഈ ചേലി കാണല്ല. എന്താണ് എനിക്കൊരു കുറവ്? കുറവെന്താ പോയി നോക്ക്. എനിക്ക് വേറെ പണിയിടുന്നു. എത്ര ദിവസമായി ഞമ്മള് കാത്തിരിക്കുന്നു തല്ല് വരുമെന്ന്. എവിടെ? ഈ ഉമ്മാക്ക് വേറെ പണിയില്ല. തല്ലെങ്ങനെ ഒഴിവാക്കാന്ന് വിചാരിക്കുമ്പോഴാ. ഈ ഒന്ന് പോടാ. കുന്നത്തങ്ങാടിയിൽ ആണുങ്ങള് മീശയും മടിച്ച് കാച്ചുകൊണ്ട് കുപ്പായിട്ട് നടക്കട്ടെ. ആണുങ്ങള് മലപ്പുറത്തുനിന്ന് മഞ്ഞരിന്ന് ഓന്റെ മുങ്കടക്കം മരുന്നി വന്നു. ഈയാടെ മോനെ ചോണിയുള്ള ആൺകുട്ടി. ഉമ്മുമ്മ വെറുതെ പെരുകേറ്റല്ലേ. അനക്ക് വേണ്ടില്ല അസീസേ. ഈ ബോർഡും തൂക്കി പിടിച്ചിരുന്നാ മതിയാ. ഓളെ കെട്ടണ്ടേ? എപ്പോഴാ ഓളെ കടത്തിക്കൊണ്ട് പോണേ? എപ്പോഴാന്നാ?
സലാമലൈക്കും. നിങ്ങൾ വരി. ഇത് പോയി. ആരപ്പ ഈ തോട്ടിക്കോലൻ കേമായിട്ടുണ്ട്. തല്ലിന്റെ പൂരത്തിന് ഒക്കെ ആയിട്ടുണ്ട്. എന്റെ കളി കുറെ കൂടുണ്ട്. ബാപ്പുട്ടെ ബാപ്പുട്ടെ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞില്ലേ? അതൊക്കെ നമ്മളെ നാട്ടിൽ മതി. ഇവനെ ഞാൻ മലപ്പുറം മൊയ്തീന. ഇനി അത് പറ്റൂല. ഓൻ വന്നിരിക്കുന്നു. ആര്? സാക്ഷാൽ അസല് ഒറിജിനൽ മലപ്പുറം മൊയ്തീൻ. പച്ചമ്പുരനെ ചച്ചോ. എന്നിട്ട് അവിടെ ഇരുത്തിട്ട് പോന്നിരിക്കുക. നമ്മളെ കളി വല്ലോ മൂപ്പര് അറിഞ്ഞോ? ഇതുവരെ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ വേഗം വരി. കുന്നത്തങ്ങാടിയിൽ ബസ് വന്ന് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ കണ്ടത്. മജീദ നീ വീണോ? ഇല്ല, ഞാന് നിങ്ങൾക്ക് പുഴക്കടൻ അടവ് കാണിച്ചു തന്നതാ. നേരോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഈ വീണതാന്നാ. എവിടെ പത്നിയോള്? ഞാൻ ജയിലിൽ നിന്ന് വരില്ലെന്ന് വിചാരിച്ച നിങ്ങള് വന്നത് നിങ്ങളെ അന്വേഷിച്ച് നടക്കുക. തീരാനെ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. നിങ്ങൾ രണ്ട് പന്നിയോളം തിരുണോലോ വരൂല, വേറെ ആര് തിരുമേലും. ഇവിടെ എന്താ കക്കാൻ വന്നതാ? അല്ല, ഇവിടെ ഒരു കല്യാണത്തിന് ബിരിയാണി വെക്കാൻ വന്നതാ, നമ്മുടെ ഒരു കൂട്ടുകാരന്റെ. അവിടെയേ ഈ എന്തിനാ വന്നേ? ഞാനും എന്റെ കയ്യാളായിട്ട്. എപ്പോഴാ മലപ്പുറത്തേക്ക്? ഒരാഴ്ച കഴിഞ്ഞിട്ട്. സുഖമായിട്ടൊന്ന് ഉറങ്ങണം. ജയിലിൽ മൂട്ട അടിച്ചിട്ട്. അതിനെന്താ, കുളിച്ചിട്ട് ഉറങ്ങിക്കോളി. അപ്പൊ തന്നെ പൂവൻ കോയിനൊക്കെ മേടിപ്പിക്കാം. മൊയ്തീനിക്ക, വെള്ളം ചൂടാക്കട്ടെ. അതെന്താ അങ്ങനെ ചോദിച്ചെടുക്കണേ? എനിക്കറിയില്ല വെള്ളം ചൂടാക്കുന്നു. പാപ്പട്ടിയെ, ഈ വേഗം അങ്ങാടി ചെന്ന് കോയിനെ മേടിച്ചോണ്ട് വാ. കുളി കഴിഞ്ഞാൽ ഉടൻ തന്നെ മൊയ്തീനിക്കക്ക് വിശന്ന് തുടങ്ങില്ലേ? മൊയ്തീനിക്ക, അതൊക്കെ എനിക്കറിയാം. ഞാനായിക്കൊണ്ട് നീ പോയി വെള്ളം ചൂടാക്ക്. നിങ്ങൾ കോയിനെ മേടിച്ചോണ്ട് വാ. നീ പോയി വെള്ളം ചൂടാക്കി. കോയിനെ മേടിച്ചോണ്ട് വാ. അല്ല, വെള്ളം ചൂടാക്കാൻ ഞാൻ പോയി വെള്ളം ചൂടാക്കാം. പിന്നല്ലാതെ ഇതാ വെള്ളം ഇങ്ങനെ തിളപ്പിച്ചിടാക്കല്ലോ. മൂപ്പർക്ക് പാകത്തിനുള്ള ചൂട് മതി.